സെലൻ, നീ എന്റെ അടുത്തേ അന്ന് കുറച്ച് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞില്ലേ? അതൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് കാര്യം? ഓ, ഞങ്ങളെ ലവറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ? ആ, പറയാം. എന്റെ ലവർ ഇവിടുത്തെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. അന്ന് നീ ആയിട്ട് ചെറുങ്ങനായിട്ട് പ്രോബ്ലം ഉണ്ടാക്കിയില്ലേ? ജുവൻ, അവന്റെ ബെസ്റ്റിയാണ് എന്റെ ലവർ. അവന്റെ നെയിം കെവിൻ. പിന്നെ അവന്റെ ഗ്രൂപ്പ് അറിയാലോ. അവൻ, ജുവൻ, ജോ, കെൻ, സാം ഇന്ന 6 പേരുള്ള ഒരു ഗ്രൂപ്പാണ് അവന്റെ ഗ്രൂപ്പ്. അതിലെ ലീഡറാണ് ജോ. അത് 3rd ഇയർ. നമ്മളെ സാറയുടെ ലവറാണ്. സാറയുടെ ക്ലാസ്സിലാണ് ജോ ചേട്ടൻ. പിന്നുള്ള സാം, ആ ചേട്ടനും 3rd ഇയർ. പിന്നെ മേരി ചേച്ചിമാരുടെ ക്ലാസ്സിലാണല്ലോ, അവര് 2 പേരും കപ്പിൾസ് ആണ്. പിന്നെ ആ ഗ്രൂപ്പിലുള്ളത് ജുവൻ. അവൻ സിംഗിൾ ആണ് കേട്ടോ. അവന്റെ പിന്നാലെ ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട്. പക്ഷെ അവ ഇതുവരെ അപ്സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഏതോ പെൺകുട്ടീനെ അവന് ക്രഷ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ട്. അവന് ലവർ ഇല്ലെന്നോ? അവന്റെ ആ സ്വഭാവത്തിനാണോ? ദീനി അവന് തെറ്റിദ്ധരിച്ചേക്കാം. നീ വിചാരിക്കുന്ന സ്വഭാവമൊന്നും അല്ല അവൻ. മതി മതി, നീ അവന് തൽക്കാലത്തായിട്ട് എന്റെ അടുത്ത് വരണ്ട. ഓക്കെ, ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ ആ സ്ഥാനത്തോടാണല്ലോ ഞാൻ ഇനി പ്രോഗ്രാം ചെയ്യാൻ. എന്റെ ഈശ്വര, എനിക്ക് വയ്യ. അതൊക്കെ ഒരു ലക്കല്ലേടി. കോളേജ് മൊത്തം അവന്റെ പിന്നാലെയാ. അപ്പോ നിനക്ക് അവന്റെ കൂടെയൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന നല്ല പ്രിവിലേജ് അല്ലേ? പിന്നെ ഭയങ്കര പ്രിവിലേജാ. ഒന്ന് പോ പെണ്ണെ. എന്നെ പിടിച്ച് ഉമ്മ വച്ചെന്റെ ഇടയില്ലേ ഞാൻ എനിക്കിന്ന് ഡാൻസ് കളിക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രിവിലേജ് ആയിരിക്കും. ആ അല്ല, നീ അന്ന് പറഞ്ഞില്ലേ അവൻ ഏതേ ക്രഷ് ഉണ്ടെന്ന്? അതാരാന്ന് തിരിച്ചറിഞ്ഞാ നീ? ഇതുവരെ അത് കിട്ടിയില്ല. അല്ല, അതറിഞ്ഞിട്ടിപ്പം നിനക്കെന്തിനാ? എന്താ മോളസേ, ക്രഷ് അടിച്ച? ഓ പിന്നെ അവന്റെ അടുത്തിലെ ക്രഷ് ജീവിതത്തിൽ ഏത് പൊട്ടന്റെ അടുത്ത് തോന്നിയാൽ പോലും അവന്റെ അടുത്ത് എനിക്ക് തോന്നത്തില്ല. ഓ, ഇനി അത് പറഞ്ഞ അടിയാവണ്ട. വാ പോവാം, പ്രാക്ടീസിന് സമയമായി. ആ ശരി, വാ. ആദ്യം നമുക്ക് കപ്പിൾ കൊളാബറേഷൻ ചെയ്യാം. എന്റെ സൈഡിൽ നിന്ന് സെലൻ. എന്നാ എന്റെ സൈഡിൽ നിന്ന് ജുവൻ. എന്തോന്ന്? ഞാനോ? ചേച്ചി, എനിക്കൊന്നും പറ്റത്തില്ല. അതൊന്നും പറഞ്ഞാൻ പറ്റത്തില്ല. ഇത് നീ തന്നെ ചെയ്യണം ചേച്ചി. എന്നാലും ഒരു എന്നാലും ഇല്ല. നീ പൊടി അരികി പോയി ചെയ്തേ. ശരിയാ സെലൻ, നീ തന്നെ പോയി ചെയ്യേ. ചേച്ചി പറഞ്ഞോണ്ട് മാത്രം ഞാൻ പോവാ. നോക്കിക്കോ, ഇതിന് പ്രതികാരം ചെയ്യും, ഉറപ്പാ. ചേട്ടാ, ഇങ്ങൊന്ന് വന്നേ. ഓ, എന്തോ ദാ വന്നു, പറയടാ. ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്ക. ചേട്ടാ, അവര് തമ്മിലുള്ള അടി കൂട്ടാൻ നോക്കുകയാണോ കുറയ്ക്കാൻ നോക്കുകയാണോ ചേട്ടാ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ? ഓ, അവര് 2 പേരെയും കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നോണ്ടാണോ നീ അങ്ങനെ ചോദിച്ചേ? എടാ, അതിന്റെ നമ്പറല്ലേ, നീ കണ്ടോ? എന്ത് അവന്റെ അടി കിട്ടാൻ പോണത് കാണാന്? ഓ കെവിൻ, വെയിറ്റ് ആൻഡ് സീ ദ ഡ്രാമ. ഓഹോ, അപ്പൊ നീയും എന്റെ കൂടെ ഉണ്ടല്ലേ? പിന്നെ ഞാനും ഉണ്ട് മോനെ കെവിനെ. വെയിറ്റ് ആൻഡ് സീ ദ ഡ്രാമ. നീ ഒരിക്കൽ പറഞ്ഞാ മതി, എപ്പോഴും പറയണ്ട. അവന് അടി കിട്ടാൻ പോണ ഡ്രാമ ആയിരിക്കും ഞാൻ മിക്കവാറും കാണാൻ പോണത്. അങ്ങനെയൊന്നും അല്ല. ഞങ്ങളെ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാന് എങ്ങനെയെങ്കിലും സക്സസ് ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നീ ഒരു കാര്യം ചെയ്. നീ ഇപ്പം ചെന്നിട്ട് നിന്റെ ആളത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കടാ. എന്ത് കാര്യങ്ങൾ ചോദിക്കാൻ? വേറെ ഒന്നുമല്ല, ആ സെല്ലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നീ എങ്ങനെയെങ്കിലും ഡീറ്റെയിൽസ് തപ്പിയെടുക്കാൻ നോക്ക്. അവളെ ഫാമിലി, അവളെ റിലേറ്റീവ്സ്, അവളെ എവിടെന്നാ വരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തപ്പിയെടുത്തിട്ട് വാ. അല്ല, അതിപ്പോ എന്തിനാ? അതൊക്കെ ഞാൻ പറയാം, നീ പോയിട്ട് വാ ആദ്യം. ചക്കരേ, എന്താടി ചെയ്യുന്നേ? ഞാനിപ്പോ നിക്കാന്താ കണ്ടുകൂടാ? ചളി എല്ലാരും കൈയടിച്ച് പാസ്സാക്കി കൊടുക്കൂ. വിളിച്ചലിക്ക് ഞാൻ ചളിയല്ല പറഞ്ഞ. നീല ചോദിച്ചു ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നേന്ന്. ഞാൻ ഇവിടെ നിക്കുന്നു, കണ്ടുകൂടെ? അല്ല, ഇപ്പൊ മോൻ വന്ന ഉദ്ദേശം എന്തിനാണ്? അത് പിന്നെ മോനെ കെവിനെ, നിനക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചാ മതി. ഇത് പ്രാക്ടീസ് പ്ലേസാ. മര്യാദയ്ക്ക് അടങ്ങിന്ന് നിനക്ക് തന്നെ കൊള്ളാം. ഓഹോ, നീ എന്റെ ഗേൾ ഫ്രണ്ടാ. നീ എന്റെ വൈഫാൻ പോകുന്ന ആളുമാണ്. അപ്പോ നിന്നെ തൊടാനേ എനിക്ക് ഒരുത്തന്റെ അനുവാദം വേണ്ട. ഓക്കെ? ഓ പിന്നെ, നിനക്ക് എന്നെ തൊടണമെങ്കിൽ എന്റെ അനുവാദം വേണം. നീ അത് വിട്. ഞാൻ നിന്റെ ഫ്രണ്ട് സെലന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാ വന്നത്. അല്ല, അവളെ പറ്റി എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നത്? നിനക്കെന്തിനാ അവളെ ഡീറ്റെയിൽസ്? ഓഹ്, എനിക്കല്ല സാധനമേ, ജൂവന് വേണ്ടിയിട്ടാ. അല്ല, ജൂൻ എന്തിനാ അവന്റെ ഡീറ്റെയിൽസ്?
സംതിങ് ഫിഷിങ്. അത് പിന്നെ ജൂന് ക്രഷ് ഉള്ളൊരു പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് വേറെ ആരുമില്ല, അത് നിന്റെ ഫ്രണ്ട് സെലൻ തന്നെയാ. എന്തോന്ന് ജോവന് ക്രഷ് ഉള്ളത് അവളെന്താണെന്ന്? അമ്മേ, എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ഇത് വിചാരിച്ചില്ല. ഈശ്വരാ, എടാ സ്വപ്നമൊന്നുമല്ലല്ലോ, വന്ന സത്യമൊന്നുമല്ലോ. എന്നെ നുള്ളിക്കേ. പട്ടി നുള്ളാൻ പറഞ്ഞ് ഇങ്ങനെ പിച്ചയാണ് എടുക്കുന്ന ഇടത്തേണ്ടി. നീ അല്ല പറഞ്ഞ അങ്ങുള്ള, ഞാൻ നുള്ളി എടുത്തു പോയതാ. നീ കിടന്നു ചുമ്മാ അതും ഇതും പറയാതെ മറ്റേക്ക് അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് എനിക്ക് താവച്ചേ. ശരി, ഞാൻ പറയാം. ഫസ്റ്റത്തെ എന്താ? ഫസ്റ്റ് ഫാമിലിനെ കുറിച്ച് തന്നെ പറ. ഫാമിലിയുടെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. യുനോ, അവളുടെ സ്വഭാവം മാറാൻ കാരണം എന്താണെന്ന് പറയൂ. അതാണ് അവളെ ഫാമിലി എന്ന് പറഞ്ഞത്. ഫാമിലി എന്ന് പറയുമ്പം അവൾക്കൊരു ചേട്ടൻ, അച്ഛൻ, അമ്മ. ബട്ട് അച്ഛനമ്മയും ഇപ്പൊ ഇല്ല. അമ്മ മരിച്ചുപോയി. അവളെ അമ്മ മരിച്ചുപോയപ്പം തന്നെ അവളെ അച്ഛൻ അവരെ രണ്ടുപേരും ഉപേക്ഷിച്ചിട്ട് വേറെ ഏതൊക്കെ കല്യാണം കഴിച്ച് അങ്ങനെ ആ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. അവൾക്ക് ഒരു 12 വയസ്സുണ്ടായിരിക്കുമ്പോഴാണ് അവളെ അമ്മ മരിച്ചുപോയത്. എന്തോ ക്യാൻസർ ആയിരുന്നു. അപ്പം തന്നെ അവളെ അച്ഛൻ അവരെയൊക്കെ വിട്ടുപോയി. അവൾക്ക് അച്ഛനമ്മ ജീവനായിരുന്നു. അച്ഛൻ അത്ര സ്നേഹമായിരുന്നു അവളോടെ. അമ്മ അങ്ങനെയില്ല. അപ്പോൾ സ്നേഹിക്കാൻ അറിയാനുള്ള രണ്ടുപേരും അവളെ വിട്ടുപോയപ്പോൾ അവൾക്ക് സ്നേഹം തന്നെ ജീവിതത്തിലെ വെറുപ്പായിരുന്നു. അതാ കാരണം അവളെ മിക്ക ആണുങ്ങളും ഇങ്ങനെ വെറുക്കുന്നത്. അവൾ ഈ ലോകത്ത് ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാണാണെങ്കിൽ അത് അവളെ ചേട്ടൻ മാത്രമായിരിക്കും. മറ്റുള്ള ഒരാളെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. അവളെ ചേട്ടൻ അവളെ എങ്ങനെയെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയേ ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ അവളെ പഠിക്കാനൊക്കെ വിട്ടത്. ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാക്ക. അത്രയും സ്നേഹിക്കുന്നുണ്ട് അവളെ ചേട്ടനെ. ബട്ട് ഇതുവരെ മറ്റാരും അവൾ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അച്ഛൻ അവളെ വിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവൾക്ക് അച്ഛൻ്റെ കൂടെ അതേ സ്നേഹം തന്നെ ഉണ്ട്. ബട്ട് അത് പുറത്ത് കാണിക്കില്ല എന്നേ ഉള്ളൂ. പുറത്ത് അവള് വെറുപ്പ് മാത്രം കാണിക്കുന്നത്. അയാൾ ഇട്ടിട്ട് പോയെങ്കിലും ഇതുവരെ അവൾക്ക് വേണ്ടിയിട്ട് ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അയാൾ വന്ന് ഇവളെത്തി ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല, നേരിട്ട് കണ്ടിട്ടും ഇല്ല. അതിന്റെ വിഷമത്തിലാ അവളിങ്ങനെ. ഒന്ന് നേരിട്ട് കാണാൻ പോലും മടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ അവള് ഇത്രയും അച്ഛനെ വെറുക്കുന്നത് തന്നെ. ഇതാ അവളെ ഫാമിലി, ഇതാ അവളെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ റിലേറ്റീവ്സിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ റിലേറ്റീവ്സ് ആയിട്ട് ആരും ഒന്നും ഇല്ല. അവളെ ലൈഫ് ഇത് പാവം. ഇപ്പൊ ഇവിടെ മ്യൂസിക്കിന്റെ ഇഷ്ടം കൊണ്ട് അവള് വന്ന് ചേർന്നിരിക്കുന്നത്. ആ കൊച്ചിന് നല്ലത് മാത്രം നടക്കട്ടെ. പിന്നെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ. നമ്മളെ ഗ്യാങ് ഇല്ലേ, ഇത്ര പേര് തന്നെ അവളെ ഫ്രണ്ട്സ്. അങ്ങനെ അപൂർവം ഫ്രണ്ട്സ് ആയിട്ടൊന്നും ആരും ഇല്ല. ഇത്രേ ഉള്ളൂടാ, വേറെ ഒന്നുമില്ല. ആണോ? സോ ട്രാജഡി ലൈഫ്. ഇത്രയല്ലേ ഉള്ളൂ. എന്നാ ഞാൻ പോട്ടെ. ഓഹോ, അപ്പൊ ഇത് ചോദിച്ചറിയാൻ വേണ്ടിട്ടാണോ നീ ഇങ്ങ് വന്നത് തന്നെ? കൊള്ളാം. പൊന്നെ, ഇതിൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അവന്മാരെന്നെ വച്ചേക്കില്ലടി. ഇതിപ്പോ നിന്റെ ചോദിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടത്. ഓക്കെ, ബൈ. പിന്നെ എപ്പോഴെങ്കിലും കാണാം കേട്ടോ. ശരി ശരി, പൊക്കോ. എന്തായി? എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഡീറ്റെയിൽസ്. മനസ്സിലായല്ലോ? ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. മനസ്സിലായി. പാവം, ട്രാജഡി ലൈഫ് അല്ലേ. ചുമ്മാതല്ല കുട്ടി ഇങ്ങനെ ആയിപ്പോയത്. അയ്യോ, ഇവനെ കൊണ്ട് അവളെ ഞാൻ എങ്ങനെയാടാ ഒന്നിപ്പിക്കുന്നത്? ദിസ് ഈസ് ഇമ്പോസിബിൾ. എന്നാലും ശ്രമിച്ചില്ലേ പറ്റത്തുള്ളൂ. അവർ തമ്മിൽ അടിയും തീർത്ത് നമുക്ക് പേജിൽ ഒരു നല്ല പേരുണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ തമ്മിൽ ഒന്നിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഐ തിങ്ക് ദിസ് മിഷൻ ഈസ് ഇമ്പോസിബിൾ. പറ്റില്ല, പോസിബിൾ ആക്കണം. പോസിബിൾ ആക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് അവളെ വേണം. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് അവളെ ഒന്നിപ്പിച്ച് തരണം പ്ലീസ്. കിടന്ന് മോങ്ങാതേടാ. എങ്ങനെയെങ്കിലും നോക്കട്ടെ മനുഷ്യനെ ഒന്നിപ്പിക്കാൻ പറ്റുമോ ഒന്ന്. ഈ ഭൂതം എവിടെന്നാ ഇത്ര പെട്ടെന്ന് പ്രതിഷ്ഠപ്പെട്ടത്? ഭൂതത്തിന്റെ മറ്റേ പറയടാ, മറ്റവളൊന്നുമില്ലേടാ നീ പറയാൻ വന്നത്? അത് നിന്റെ മറ്റുള്ള ചെന്ന് പറയടാ. എന്റെ ആളെ പറയാൻ വന്നിരിക്കുന്നത്. എടാ, ആദ്യം നീ സെറ്റാക്ക്, എന്നിട്ട് നിന്റെ ആളെന്ന് കിടന്ന് പറ കേട്ടാ. 2 എണ്ണം ഇവിടെ കിടന്ന് അടി കൂടിയ ചവിട്ടിയിട്ട് പുറത്തിറങ്ങിയ എന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഞാൻ നോക്കത്തില്ല. യുവ, നിനക്ക് വേണ്ടി അവിടെ ഞാൻ ഒരു ചാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് പറ്റുമെങ്കിൽ ചെന്ന് നീ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്ക്. ഓക്കെ? പോയി അടി വാങ്ങിച്ചിട്ടാ. എനിക്ക് ലൈവായിട്ട് കാണാണ്ടതാ. നിന്നെ മതി ഒന്ന് പോയേ.
എന്റെ കൂടെ കളിക്കണേക്കെ കൊള്ളാം, മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ നോക്കിക്കും. ഇത് തനി സ്വഭാവം വല്ല ഇവിടെ പുറത്തെടുത്തല്ലോ. പൊന്നി യുവ, ഇതിന്റെ മുഖമൊക്കെ ഞാൻ തിരിച്ച് ഒടിച്ചു വെക്കിങ്ങേ. ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ അന്ന് അറിയാതെ തെറ്റുപറ്റി ചെയ്തു പോയത്, ഒന്ന് ക്ഷമിക്കൂ. ഇന്റെ അടുത്ത് ഞാൻ ക്ഷമിക്കാനോ? ജമ്മത്ത് ക്ഷമിക്കത്തില്ല. എന്തായാലും മര്യാദയ്ക്ക് എന്നോട് കളിച്ച് എന്നൊക്കെ തന്നെ കൊള്ളാം. Singing, you know, sure thought your love was handmade for somebody like me. And you see, man. അടിപൊളി. ഈ രണ്ടാമത്തെ ഡാൻസ് കോമ്പിനേഷൻ മിക്കവാറും കോളേജിലുള്ള എല്ലാത്തിനും നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. പിന്നെ അല്ല, നമ്മൾ ഇന്ന് പൊങ്ങോടി. സോറി, ഇന്നല്ല, അന്ന്. പൊന്നു സെലനെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കളിച്ച ആ ഡാൻസ് പൊളിയായിരുന്നു. സത്യം പറഞ്ഞ രണ്ട് കപ്പിൾസ് ഒന്നിച്ച് കളിക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു. ആ, അവന്റെ സ്വഭാവം അത്ര ശരിയല്ലെങ്കിലും ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവന്റെ സിംഗിങ്ങും, ആ ഒരു മൊമെന്റ് സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്തതും ഐ ലൈക്ക് ഇറ്റ്. മോലെ സെലനെ, എന്താണ് വല്ലതും തോന്നിയോ? പോടി. എനിക്ക് ഇപ്പൊ മനസ്സിലായി, അവ അന്ന് അറിയാതെയാ എന്നെ കിസ് ചെയ്തേന്ന്. എന്റെ തെറ്റിദ്ധാരണയായിരുന്നു മൊത്തത്തില്. ഞാൻ പറഞ്ഞല്ലേ, അവൻ പാവോളി, അന്ന് അത് അറിയാതെ പറ്റിപ്പോയതാ. അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് ആയോ? എല്ലാം മറന്ന്? ഞാൻ ഇന്ന് അവന്റെ അടുത്ത് എല്ലാത്തിനും സോറി പറഞ്ഞ് മിണ്ടിയേടി. എടി കള്ളി. ഷോ, നിങ്ങള് ഫ്രണ്ട്സ് ആവാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നു. ഐ എം സോ ഹാപ്പി എടി. ഓക്കെ, ഇത് നമുക്കൊന്ന് ട്രീറ്റ് ചെയ്യണം. ഇത് മൊത്തം ഇവിടെ അടിച്ച് പൊളിക്കണോടി നമുക്ക്. നീ ഇത്രയും നാൾ കുറയാൻ വേണ്ടി കുറെ കറങ്ങിയിട്ടില്ലല്ലോ, ഇന്ന് നമുക്ക് കുറെ കറങ്ങാൻ പോവാം. ഓക്കെ, ഡബിൾ ഓക്കെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സെലന് ജുവനോടുള്ള അകൽച്ചകൾ കുറഞ്ഞു തുടങ്ങി. ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അവൾക്ക് മറ്റെന്തോ ഒരു ഫീലിങ്സ് ജുവനോട് തോന്നിത്തുടങ്ങി. പ്രണയമാണോ ഏതെന്ന് അവൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തരം മധുരമായ ഫീലിങ്സ്. അങ്ങനെ ഒരു നാൾ, അമ്മ പറ, എനിക്ക് അവനോട് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ? എനിക്ക് അവന്റെ അടുത്ത് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ അമ്മ എനിക്കത് മനസ്സിലാവാത്ത? പിന്നെ എന്താ ഞാൻ അവന്റെ അടുത്ത് തുറന്നു പറയാത്തത്? അവനും എന്നോട് ഇഷ്ടം കാണോ? ഇനി ഉണ്ടെങ്കിൽ എന്താ അവന്റെ അടുത്ത് ഇങ്ങനെ തുറന്നറിയാതെ നിൽക്കുന്നേ? അല്ലെങ്കിൽ അവനെ ക്രഷുള്ള പെണ്ണ് വേറെ ആരായിരിക്കും? ഞാൻ ചെന്ന് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവ എസ് പറയുമായിരിക്കോ? എനിക്കൊന്നും അറിയത്തില്ല. എന്താ അമ്മ ഇത്? അവൻ ഫോൺ കോൾ ചെയ്യുന്നേ. ഹലോ ജീവൻ, പറയടാ. ഹലോ, ഞാൻ വിളിച്ചതേ എന്റെ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞ്. നീ നാളെ ഫ്രീ ആണോ? ആണെങ്കിലേ നാളെ ഒരു 10 മണിയാകുമ്പം എന്റെ വീട്ടിൽ വാ. ഓക്കെ, ഞാനും എന്റെ അമ്മ ഇവിടെ കാണും. അതെ, നാളെ ഞാൻ ഫ്രീ ആടാ, ഞാൻ വരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നോളാം. ശരി എന്നാ, ഓക്കെ, ബൈ. ശരി, ബൈ. എന്നാ നാളെ കാണാം. അമ്മ ഇത് കണ്ടോ? അവന്റെ അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചേക്ക. ഷോ, എനിക്ക് വയ്യ. ഹലോ, ആരാ? ഹലോ മോളെ, ഞാനാ നിന്റെ അച്ഛൻ. നിങ്ങളോ? എനിക്ക് നിങ്ങളൊക്കെ സംസാരിക്കണ്ട, മര്യാദയ്ക്ക് ഫോൺ വെച്ചോ. അയ്യോ വയ്ക്കല്ലേ മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് മോളെ കണ്ടൊന്ന് നേരിട്ട് സംസാരിക്കണം, അതിനു വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചത്. നാളെ കാണാൻ പറ്റുമോ? എനിക്ക് സംസാരിക്കാനോ? എനിക്ക് ഒട്ടും പറ്റത്തില്ല. നാളെ എനിക്ക് വേറെ സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. അയ്യോ അങ്ങനെ പറയില്ലേ മോളെ, വെറും 10 മിനിറ്റ് നാളെ പ്ലീസ്. ശരി, വെറും 10 മിനിറ്റ്, 10 മിനിറ്റ് മാത്രമേ ഞാൻ അവിടെ നിൽക്കത്തുള്ളൂ. ശരി മോളെ, ഓക്കെ.